أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ശ്രോതാക്കളെ, റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് അകം ആ മഹത്തായ മാസത്തെ നമ്മൾ വരവേൽക്കാൻ പോകുന്നു. ആ ദിവസത്തെ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നമ്മൾ കാണുന്ന നിലക്കുള്ള ശരീരത്തെ ഈ ഭൂമിയിലേക്ക് തന്ന സമയത്തെ, ആ ദിവസത്തെ, ആ മാസത്തെ ലോകത്തുള്ള സർവമാന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും മുസ്ലിമീങ്ങളും മുസ്ലിമാത്തുകളും വളരെയേറെ ആദരവോടെ കണ്ടെത്തുന്ന സമയമാണത്. സന്തോഷിക്കുന്ന സമയമാണത്. ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്ന സമയമാണത്. അന്യോന്യം എല്ലാ നിലക്കും സന്തോഷം കൈമാറുന്ന സമയവുമാണ് ആ സമയം. അവിടുത്തെ മൗലിദ് പദ്യമായും ഗദ്യമായും പ്രാവർത്തികമായും നമ്മൾ നടപ്പാക്കുന്നു. എന്തിനു വേണ്ടി? അവിടുത്തെ വളരെ ആദരവോടുകൂടെ, സന്തോഷത്തോടുകൂടെ, ആവേശപൂർവം പ്രചരിപ്പിച്ചാൽ, സന്തോഷിച്ചാൽ റബ്ബിൻ്റെ പൊരുത്തം കിട്ടും. ഈ ഒന്നിനു വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇതിന് വല്ല തെളിവും ഉണ്ടോ? എന്നാൽ ഉണ്ട്. ഖുർആൻ ഒരു സൂറത്ത് തന്നെ ഇറക്കപ്പെട്ട ആ അബൂലഹബ് എന്ന് പറയുന്ന ആ മനുഷ്യൻ നരകത്തിലാണ്. എന്നാൽ കുടുംബത്തിൽ, കബീലയിൽ, കുടുംബത്തിൽ ഒരാൺകുട്ടി ജനിച്ചു എന്നൊരൊറ്റ കാരണം വെച്ച് ആ സമയം സന്തോഷിച്ചെങ്കിൽ, ആരാണ് പ്രസവിക്കപ്പെട്ട ആ ആൺകുഞ്ഞെന്നറിയില്ല, എന്താണെന്നറിയില്ല, ഒന്നും അറിയാത്ത നിന്നിട്ട് പോലും ആ പ്രസവിച്ചു എന്നൊരു കാരണം കൊണ്ട് സന്തോഷിച്ച കാരണം കൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ആ മനുഷ്യൻ നരകത്തിൽ നിന്ന് ആ പ്രസവിച്ച സമയത്ത് ശുദ്ധജലം കൊടുക്കുന്ന ഒരു ഘട്ടം അല്ലാഹു തആലയിൽ നിന്ന് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്തെ ആദരിക്കണം, ബഹുമാനിക്കണം, എന്നിട്ട് രക്ഷപ്പെടണം. നമ്മൾ കുഫറല്ലാത്ത എന്ത് തെറ്റ് ചെയ്താലും ശരി, ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ കൊണ്ട്, അവിടുത്തെ സ്വലാത്ത് ചൊല്ലൽ കൊണ്ട്, അവിടെ പുകഴ്ത്തി കാണുകയും പറയുകയും കേൾക്കുകയും അവിടുത്തെ പ്രാവർത്തികമായിട്ട് അവിടുത്തെ പുകഴ്ത്തലും നടന്നാൽ റബ്ബ് തആല നമ്മൾക്ക് പുറത്തു തരും. യാതൊരു സംശയവും വേണ്ട. ഇതിനാണ് നമ്മൾ ആ സമയത്തൊക്കെ തൊട്ട് സന്തോഷിക്കുന്നതും സ്നേഹിക്കുന്നതും. ആരാണ് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെ പവർ എത്രയാണ്? ചെറുതാണോ? ഈ ലോകത്തുള്ള സർവമാന പ്രകാശത്തെയും നൽകുന്നത് അവിടുന്നാണ്. വ്യക്തമായി റബ്ബ് തആല നമുക്ക് കാണിച്ചു തന്ന സംഭവമാണത്. അവിടുന്നാണ് പ്രകാശത്തെ നൽകുന്നത്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പറയുന്നു, റബ്ബാണ് നൽകുന്നത്, വിതരണക്കാരൻ ഞാനാണ്. അപ്പോൾ വിതരണം ചെയ്യുക എന്ന ആ കർത്തവ്യം നടപ്പാക്കുന്നത്, നൽകുന്നത് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലാണ്. അതിന് തെളിവ് വല്ലതും ഉണ്ടോ? ഉണ്ട്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തിൽ നിന്നാണ് സൂര്യൻ പ്രകാശിക്കുന്നത്. അങ്ങനെ ലോകത്തുള്ള സർവമാന ഭാഗങ്ങളിലും പ്രകാശിക്കുന്നത് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം കാരണമാണ്. ആ പ്രകാശത്തിൽ നിന്നാണ്. ഇതുകൊണ്ടാണ്
ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നഅലില്ല. നമ്മൾ എന്തൊരു വലിയ ലൈറ്റ് ഇട്ടാലും സൂര്യൻ ഉദിച്ചാലും എന്ത് തന്നെ നമ്മൾ ചെയ്താലും ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നഅലില്ല. കാരണം നമ്മൾക്കറിയാം, ഒരു കണ്ണാടിയിലേക്ക് ഒരു പവറേറിയ ലൈറ്റ് അങ്ങോട്ട് അടിച്ചാൽ ആ കണ്ണാടിയിൽ നിന്ന് പുറത്തു വരുന്ന അതിൻ്റെ റിഫ്ലാക്റ്റ് ആ റിഫ്ലാക്റ്റ് ഒരിക്കലും അടിച്ച ലൈറ്റിനെ മറികടക്കാൻ കഴിയില്ല. ഇത് റബ്ബ് തആല കാണിച്ചു തന്ന ഹിക്മത്താണ്. അപ്പോൾ പ്രകാശമാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരണം കൊണ്ട് അവിടുത്തെ പ്രകാശം കൊണ്ട് പ്രകാശിക്കുന്ന സൂര്യനാദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറികടക്കാൻ കഴിയില്ല. മറ്റെല്ലാവർക്കും അത് മറികടക്കും, മറ്റെല്ലാറ്റിനെയും മറികടക്കും. പക്ഷേ അടിക്കുന്ന പ്രകാശത്തെ ഒരിക്കലും അത് മറികടക്കാൻ കഴിയില്ല. ഇതാണ് നഅലില്ലാത്തത്. അതിന് പല കാരണങ്ങളുണ്ട്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, ഒരു മോശപ്പെട്ട പെണ്ണിനെ തങ്ങൾക്ക് തരില്ല റബ്ബ് തആല, ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ലെന്നും. അങ്ങനത്തെ ഒരു ഘട്ടം വന്ന ഒരു ഭാര്യയെ പറ്റിയിട്ട് ഐഷാ ബീബി റളിയല്ലാഹു അൻഹായുടെ ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട് അങ്ങനെ വന്നപ്പോൾ അസഗ്നിതമായി പ്രഖ്യാപിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, സംഭവിക്കൂല, അങ്ങനൊന്നും സംഭവിക്കൂല, അത് മാലാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നഅലിനെ തന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭാഗത്തൂടെ പോകുകയാണെങ്കിലും ആ ഭാഗത്തു നിന്ന് നഅല് വന്നാൽ ആ നഅല് പോലും നജസിലേക്ക് കടന്നു പോവാൻ പാടില്ല, നജസിലേക്ക് കാണാൻ പാടില്ല, നജസിലേക്ക് ജോയിൻ്റ് ആവാൻ പാടില്ല. അതുകൊണ്ട് റബ്ബ് തആല നഅലിനെ തന്നിട്ടില്ല. നഅലിനെ പോലും ഉപേക്ഷിച്ചെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു ഭാര്യയായി ഇത്തോതിൽ മോശപ്പെട്ട ഭാര്യയായിട്ട് റബ്ബ് തആല തങ്ങൾക്ക് തരുന്നത്? ചോദിച്ചതാണ്. അത് ആ ഒരർത്ഥം മാത്രമല്ല, നമ്മൾ ലോകത്തുള്ള സർവമാന കാരണങ്ങൾക്കും തട്ടിച്ചു നോക്കിയാൽ ആ സംഭവം തന്നെ നമുക്ക് അതിലേക്കും യോജിപ്പിക്കാൻ പറ്റും. അതാണ് ഈ ഫക്കീറായ ഞാൻ പറഞ്ഞ കാരണം. പിന്നെയോ, വെള്ളത്തിൽ നഅലിനെ കണ്ടു അല്ലെ കണ്ണാടിയിൽ കണ്ടു, എന്തേ അത് നഅലല്ല, നമ്മളെ നേരെ ഇങ്ങോട്ട് കാണുകയാണ്. നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ അത് ഇങ്ങോട്ട് കാണുകയാണ്. അപ്പോൾ മോശപ്പെട്ട സ്ഥലത്ത് പോയി നിൽക്കേണ്ട ആവശ്യമില്ല. മോശപ്പെട്ട സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവുകയും ഇരിക്കുകയും ഇല്ല. നല്ല സ്ഥലത്തൂടെ പോകുമ്പോൾ നഅല് മറ്റോടത്തൂടെ പോയിക്കാളും. അതാണ് കാരണം. അത് പ്രതിബിംബം കാണുന്നത് മറ്റൊന്നാണ്, നഅല് മറ്റൊന്നാണ്. അത് കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒന്നാണ് സംഭവം. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുമ്പോൾ തുല്യതയില്ലാത്ത വിശദീകരണങ്ങൾ കൊണ്ടേ അത് തിരിച്ചറിയിക്കാൻ കഴിയുള്ളൂ. സമയം ആർക്കും ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ മഖ്ലൂക്കിൻ്റെയും റബ്ബ് പഠിച്ച എല്ലാറ്റിൻ്റെയും മേലെയാണ് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇത്രയധികം പറഞ്ഞു തീർക്കാൻ കഴിയില്ല മുഅ്മിനീങ്ങളെ. ആദരവായ മൂസാ നബി അലൈഹി ഇസ്ലാം തൂരി സീനാ പർവ്വതത്തിലേക്ക് കയറുമ്പോൾ അള്ളാഹു തആലാന്റെ കൽപ്പനയാണ് ചെരുപ്പയച്ചു വെക്കാനാ പറഞ്ഞത്. അതേ അവസരത്തിൽ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബ്ബിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ചെരുപ്പയക്കാൻ ശ്രമിച്ചപ്പോൾ പാടില്ല എന്നാ പറഞ്ഞത്, അയക്കരുത്. അപ്പോൾ റബ്ബ് പഠിച്ച സർവസ്വത്തിൻ്റെയും മേലെ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുന്ന് നമുക്ക് ചെയ്ത ഗുണങ്ങൾ നമ്മൾ കണ്ടെത്തണം. അവിടുന്ന് നമുക്ക് നൽകിയ ഗുണങ്ങൾ കണ്ടെത്തണം. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം. അവിടുത്തെ സ്നേഹിക്കാൻ നമ്മൾക്കൊന്ന് മനസ്സിലാക്കിയാൽ മതി. എല്ലാ അമ്പിയാക്കൾക്കും നൽകപ്പെട്ട 3 ദുആയുണ്ട്. എന്താണോ ചോദിച്ചത് അതങ്ങ് നൽകുന്ന ഒരവസ്ഥ എല്ലാ അമ്പിയാക്കൾക്കും നൽകിയിട്ടുണ്ട്. ആ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴികെ എല്ലാ അമ്പിയാക്കളും ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ ആ ദുആ ചെയ്തു കഴിഞ്ഞു.
എന്നാൽ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ 3 ദുആ ഒരിക്കലും അവിടുന്ന് ഈ ഭൂമിയുടെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടില്ല. എൻ്റെ ഉമ്മത്ത് നാളെ ഖബറിലേക്ക് വരാനിരിക്കുന്നു, എൻ്റെ ഉമ്മത്ത് നാളെ ഖബറിലേക്ക് വരാനിരിക്കുന്നു, എൻ്റെ ഉമ്മത്ത് നാളെ ഖബറിലേക്ക് വരാനിരിക്കുന്നു. അവരെ അവിടെ വെച്ച് രക്ഷപ്പെടുത്താൻ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറ്റിവെച്ച് എപ്പോഴൊക്കെ ചത്തു നാറുന്ന ഒട്ടകത്തിൻ്റെ കുടൽമാലെടുത്ത് പരടിയിൽ ചാർത്തിയപ്പോൾ തല ഉയർത്താൻ പോലും കഴിയാത്ത സന്ദർഭം സംഭവിച്ചില്ലേ? തായിഫിൽ വെച്ച് കല്ലേറ് കുടുങ്ങിയിട്ട് കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചിട്ടില്ലേ? റഹിദിൽ നിന്ന് അവിടുത്തെ പല്ല് ഷഹീദായിട്ടില്ലേ? ആ സമയത്തൊക്കെ ഒന്ന് ചോദിക്കാൻ പറ്റൂലായിരുന്നോ? പക്ഷേ അതിനേക്കാൾ അപ്പുറമാണ് എൻ്റെ ഉമ്മത്ത് നാളെ ഖബറിൽ നിന്ന് കളിക്കുന്ന രംഗം. അവിടുന്ന് നേരിൽ കണ്ടു, മുഅ്മിനീങ്ങളെ നേരിൽ കണ്ടു. എന്നിട്ടോ ഈ ദുന്യവിയായ എൻ്റെ ആവശ്യത്തിന് ചെലവഴിച്ച് ഞാൻ തീർക്കുന്നില്ല, എൻ്റെ ഉമ്മത്തിൻ്റെ ആവശ്യത്തിന് മാറ്റി നിർത്തി. അവിടുത്തെ ഉമ്മത്ത് നരകത്തിൽ ഇല്ലേ ഇല്ല, അവിടുത്തെ ഉമ്മത്ത് നരകത്തിൽ ഇല്ലേ ഇല്ല മുഅ്മിനീങ്ങളെ, ഇല്ല. അതെന്തേ? ഈ ദുആ അവിടെ മാറ്റി നിർത്തിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പറയാനുള്ളത്, അവിടുത്തെ ഒന്ന് അനുസരിച്ച് ജീവിക്കണേ, അവിടുത്തെ അനുസരിച്ചൊന്ന് ജീവിക്കണേ, അവിടുത്തെ അനുസരിച്ചൊന്ന് ജീവിക്കണേ, അവിടുത്തേക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കണേ. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും കാണുമ്പോൾ ആ ഹബീബ് കരയുന്നത് നമ്മൾക്ക് നേരിൽ കണ്ണിൽ കാണുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പോകുന്നു. നമ്മുടെ എല്ലാ സദസ്സുകളും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹറാമ് മാത്രം നടപ്പാക്കുന്നു. അവിടുത്തെ നിർബന്ധമാക്കപ്പെട്ട വിഷയം സർവസ്വവും നമ്മൾ ഉപേക്ഷിക്കുന്നു. നിസ്കരിക്കാൻ നമുക്ക് സമയമില്ല. ഒരു പണ്ഡിതനോട് ചോദിച്ച് കാര്യങ്ങൾ നടപ്പാക്കാൻ നമ്മൾക്ക് സമയമില്ല. പണ്ഡിതനോട് ചോദിച്ചിട്ടല്ലാതെ ജീവിക്കാനോ പ്രവർത്തിക്കാനോ പാടില്ല. എന്ത് പ്രവർത്തനമാണെങ്കിലും ശരി, അതിൽ ദീനിയായ ചരിത്രമുണ്ട്, സംഭവമുണ്ട്. ഇത് അവതരിപ്പിച്ചേ മതിയാവൂ, അതനുസരിച്ച് ജീവിച്ചേ മതിയാവൂ. പക്ഷേ നമ്മൾ മുസ്ലിയാരോട് ചോദിച്ചിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. ഇത് കടുത്ത ഹറാമാണ്, കടുത്ത ഹറാമാണ്, കടുത്ത തമ്മാടിത്തരമാണ്, കടുത്ത ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാനം കെടുക്കലാണ്. ഓരോന്നും വിശദീകരിക്കുമ്പോൾ തീരാത്തതുണ്ട്. ഇന്ന് സ്ത്രീകളുടെ ജീവിതം, അവരുടെ തലയിലുള്ള തട്ട എന്തിനുള്ളതാണ്? ഒന്ന് മുസ്ലിയാരെ കണ്ടാൽ ഒന്ന് തലയിൽ കെടുത്തിടാൻ, മറ്റ് ഭൗതികമായ ഉന്നതന്മാരെ കണ്ടാൽ അത് കഴുത്തിലേക്ക് ഇട്ടേക്കാം. ഈ ഒരവസ്ഥയിൽ ജീവിക്കുന്ന നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? ഇത്രയും നമ്മൾ കണ്ടു. അതൊരു മക്കനെ ധരിച്ചിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾക്ക് കണക്കില്ല. നാളെ ഖബറിലേക്ക് പോകണ്ടേ? നമുക്ക് പോകണ്ടേ? പോകണമെങ്കിൽ, നല്ല സന്തോഷത്തിൽ യാത്ര പോകണമെങ്കിൽ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുസരിച്ച് കൊള്ളണം. അത് എന്തിൻ്റെ പേരിലായാലും ശരി, വിദ്യാഭ്യാസത്തിൻ്റെ പേരിലാണെങ്കിലും ശരി, മറ്റെന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും ശരി, നമ്മൾ അനുസരിച്ചേ മതിയാവൂ. നമ്മൾ കുട്ടികൾക്ക് നിസ്കാരം എന്തെന്നറിയാത്ത ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നിസ്കാരത്തിൻ്റെ സർത്തും ഫർളും അറിയാത്ത ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. പഠിക്കണമെന്ന ഫർള് ഐനാണ്, പഠിക്കണമെന്നത് ഫർള് ഐനാണ്. ചോദിച്ച് പഠിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ കിതാബോധി പഠിക്കുക, അല്ലെ പള്ളി ദർസിൽ പോയി കുത്തിരുന്ന് കിതാബോധി മാത്രം അങ്ങനെ ഇൽമെടുക്കുക എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ സുഫത്തിൻ്റെ അയലുകാരുണ്ട്, കിതാബോധി പഠിക്കുന്നവർ. അതേ അവസരത്തിൽ അവനാൻ ആവശ്യമായ കാര്യങ്ങൾ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ച് അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരും ഉണ്ട്. അപ്പോൾ മുന്നിൽപ്പെട്ട വിഷയത്തെ തൊട്ട് അവർ ഇസ്ലാമികമായി പഠിക്കുന്നു, അവർ പ്രാവർത്തികമാക്കുന്നു. നമ്മളോ നേരെ തിരിച്ച് അതിലേക്ക് തിരിയുന്ന പ്രശ്നം ഇല്ല. നമ്മൾക്ക് തോന്നിയതൊക്കെ ഇസ്ലാമാണെന്ന് പറയുന്നു. ഇനി പറയട്ടെ, ഒറ്റ വാക്കുകൂടി പറഞ്ഞു പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ട ആ സമയത്ത് സന്തോഷിച്ച കാരണം കൊണ്ട് ഇത്രയും നരകത്തിൽ നിന്ന് അല്ലാഹു തആല ഗുണം കൊടുത്തെങ്കിൽ അന്നേരം കരഞ്ഞൊരു വിഭാഗമുണ്ട്. ഇബിലീസും അവൻ്റെ ജുലൂദുകളും അവൻ്റെ അണികളും അന്ന് കരഞ്ഞ സമയമാണ്. ആ ഇബിലീസ് കരഞ്ഞു, അത് കണ്ട് അവൻ്റെ അണിയാളുകളൊക്കെ പെട്ടിക്കരഞ്ഞു. ആ കരച്ചിൽ
ഇന്നും വിധേയികൾ നടപ്പാക്കുന്ന മുജാഹിദ് മൗദൂദികൾക്ക് ഇന്ന് കരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ മാസം പകുതിയിലെത്തുമ്പോൾ തന്നെ കരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ കരഞ്ഞുകൊണ്ടേ നിൽക്കുന്നു. തെളിവുണ്ടോ 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 എന്നുള്ള ഈ തെളിവുണ്ടോ എന്നുള്ള ചോദ്യം. തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവൻ അനുസരിക്കോ? വിശ്വസിക്കോ? തെളിവുണ്ടോ തെളിവുണ്ടോ? ബുഖാരിയിലുണ്ടോ 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 എന്ന് ചോദിക്കുകയാണെങ്കിൽ ബുഖാരി ഇമാം റളിയല്ലാഹു തങ്ങൾ 3-ാം തലമുറയിൽപ്പെട്ടതാണ്. അതിൻ്റെ മുമ്പ് അവിടെ സഹാബത്തെ കിറാം കഴിഞ്ഞു പോയിട്ടുണ്ട്. 52 ലക്ഷത്തിലധികം ഹദീസുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ആകെ കിട്ടുന്നത് 70,000 ഹദീസിൻ്റെ ചോടയാണ്. ബാക്കിയുള്ള ഹദീസ് എവിടെ പോയി? ഇതൊക്കെ ഓതി തന്നാൽ ചിലപ്പോൾ അതിൽ കാണും. ഇതൊക്കെ ഓതിയാൽ അതിൽ കാണും. അതേ ദിവസത്തിൽ കിട്ടിയ വെച്ചിക്കാണ്ട് തെളിവുണ്ടോ എന്ന് ചോദിക്കൽ അത് പിശാചിൻ്റെ പണിയാണ്. ഇവിടെ ആലിമീങ്ങൾ പരമ്പരാഗതമായി ചെയ്തും കൊണ്ട് നിൽക്കുന്ന സംഭവങ്ങൾ ഉണ്ട്. ആലിമീങ്ങൾ പരമ്പരാഗതമായി ചെയ്തും കൊണ്ട സംഭവമുണ്ട്. ഓരോ സന്ദർഭത്തിലേക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ അവിടെ ആലിമീങ്ങൾ പഠിപ്പിക്കുന്നു, നടപ്പാക്കുന്നു. അതുതന്നെയാണ് ദീനുൽ ഇസ്ലാം. അവർക്ക് അവരുടെ ഉസ്താദുമാരിലൂടെ കിട്ടിയതാണ് അവർ പറയുന്നത്. ബിദഈകൾക്ക് അതല്ല, അവർക്ക് പിശാച് പറഞ്ഞു കൊടുത്തതാണ്. അവർക്ക് ഉസ്താദിൻ്റെ പരമ്പര ഇല്ലേ ഇല്ല. തൽക്കാലം നിർത്തുന്നു. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്ത് നമ്മൾ തൊട്ടോടത്തൊക്കെ വർദ്ധിപ്പിക്കണേ. സ്വഹാബത്തെ കിറാമിൻ്റെ ചരിത്രം അങ്ങനെയാണ്. ഒരു പുൽക്കൊടി കിട്ടിയാൽ അതിൻ്റെ ഗുണം മനസ്സിലാക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരണം കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നു. അവർ സലാത്തിനെ ചൊല്ലുന്നു. നബി തങ്ങളെ പുകഴ്ത്താൻ അവരും വിട്ടുപിരിയുന്നില്ല, ഒരിക്കലുമില്ല. ഓരോ സെക്കൻഡും തടവിട്ടിട്ടില്ല. അങ്ങനെ കുറഞ്ഞ് പിന്നെ കുറഞ്ഞ് 3-ാം തലമുറയിൽ എത്തുമ്പോഴേക്കും ഇത് നല്ലോണം കുറഞ്ഞപ്പോഴാണ് മഹാനര് അന്ന് മൗലിദിൻ്റെ സദസ്സ് സംഘടിപ്പിച്ചത്. അന്നത്തെ ആലിമീങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിദിൻ്റെ സദസ്സുകൾ സംഘടിപ്പിച്ചു. മൗലിദ് റബീഉൽ അവ്വൽ 12-ന്, കാരണം പൂർണ്ണമായും പോവുകയാണ്. അതേപോലെ തന്നെയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തങ്ങൾ ഹദീസ് എഴുതി വെച്ചത്. മദ്ഹബിൻ്റെ ഇമാമീങ്ങൾ വരവോടുകൂടെ ഇനി ഇവിടെ എന്താവശ്യമില്ല, ഇതിലേക്ക് നോക്കേണ്ടത് ഹദീസിലേക്ക് നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചെങ്കിൽ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു ഹദീസ് ഇല്ലെന്ന് പറയുന്ന ഒരു ഘട്ടം വന്നു പോകും. അതുകൊണ്ട് എഴുതി വെക്കണം. ഇമാം ബുഖാരി തങ്ങളും അതുപോലെ തന്നെ മുസ്ലിം തങ്ങളും അങ്ങനെ തുടങ്ങിയിട്ട് മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ ക്രോഡീകരിച്ച് വെച്ചത് ആ ഒരു കാരണം കൊണ്ടാണെങ്കിൽ സ്വലാത്തിൻ്റെ വിഷയത്തിൽ ഇങ്ങനെയാണ് വന്നത്. ഇതൊക്കെ ഒരേ റൂട്ട് തെറ്റിയിട്ടില്ല. ബിദഈകൾ എന്ന് പറയുന്നത് പോലെ അത് കുഫറാണ്, പിശാചിൻ്റെ വലയത്തിൽപ്പെട്ടതാണ്. അതിലേക്ക് പെട്ടുപോകരുത് എന്ന് മാത്രം പറഞ്ഞ് നമ്മുടെ ജീവിതം ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തത്തിലാക്കിയിട്ട് നരകം കൊണ്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കണേ എന്ന് മാത്രം ഈ സാധുവായ ഫക്കീർ സ്വന്തത്തോടാണ് ആദ്യം പറയുന്നത്. പിന്നെ എൻ്റെ കേൾക്കുന്ന ശ്രോതാക്കളോടും പറയുന്നു, നിർത്തട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.